എന്തോ എന്തോ 6 മണിക്ക് പുറത്തു പോയിട്ടുണ്ടോ? എന്തോ 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 ഹലോ, അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചധികം ദിവസമായി. പക്ഷെ എക്സാം വേണ്ടായിട്ട് വീഡിയോ ലേറ്റ് ആയി. വീട്ടിന്റെ അടുത്തായതുകൊണ്ട് ഉത്സവം ഒന്നും അങ്ങനെ കാണാൻ പോയില്ല, കാരണം എല്ലാം വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു പോയിരുന്നത്. പിന്നെ രാത്രി ഗാനമേള കേൾക്കാനാണ് പോയത്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന വഴിക്ക് എന്റെ അനിയത്തിന്റെ കുറച്ച് കുലസ്ത്രീ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കെന്നാ അതൊന്ന് കേട്ടാലോ. ഇന്ത്യയിലായിട്ടുള്ള ദേഷ്യം ചുരിദാറാണെങ്കിൽ ഇവിടെ വരെ ഇവിടെ വരെ ഇവിടെ വരെ ഇന്ത്യയൊക്കെ നല്ല ഞാൻ അങ്ങനെയൊക്കെ നിങ്ങളെ പോലെ ഉത്സവത്തിന് പോകുമ്പോഴേ ഞാൻ ഇട്ടോട്ട് വന്ന ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടോ, അങ്ങനെ വേണം കണ്ടു പഠിക്കാൻ. എന്നിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേനും എന്തോ എന്തോ 6 മണിക്ക് പുറത്തു പോയിട്ടുണ്ടോ? എന്തോ 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 ഇങ്ങനെ തള്ളണ്ടെന്ന് ഞാൻ കണക്കൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ന്യൂജൻ കുലസ്ത്രീ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടത്, കാരണം വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 9:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഗാനമേളയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞാനും അമ്മ അനിയത്തിയും കൂടാണ് പോയത്. നമ്മുടെ ന്യൂജൻ കുലസ്ത്രീയുടെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? ഇതിടാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗാണ് നേരത്തെ നിന്ന് അടിച്ചത്. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ താമസിച്ചുകൊണ്ട് തന്നെ അമ്മ മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഉറക്കെ നേരെ വെച്ച് പിടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തി. വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കി അമ്പലം കാണാൻ കുറച്ച് കിടന്നാൽ മതി. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് ശിവതയപ്പൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതിന്റെ നാണത്തിലാണ് ഈ മുഖം ഒക്കെ പൊത്തിയേക്കുന്നത്. പക്ഷെ ഞാൻ പിടിച്ചിരുത്തി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഗാനമേള ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സീറ്റൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ഓരോ സൈഡിലോട്ട് പോയി. മോശം പറയുന്നതല്ലോ, നല്ല ഗാനമേളയായിരുന്നു. പൊതുവേ കാണുന്ന അത്യാവശ്യം വെറൈറ്റി സോങ് സെലക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് വീഡിയോക്കകത്ത് സോങ് ആഡ് ചെയ്യാന്നാണ്. പക്ഷെ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് സോങ്സ് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ. എപ്പോഴത്തെ പോലെ തന്നെ ചെയിൻ സോങ്ങോട് കൂടി തന്നെയാണ് ഗാനമേള അവസാനിച്ചത്. ഞങ്ങൾ ചെന്നൊരു 5-6 പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗാനമേള തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ ഒരു പീസ് കേക്കൊക്കെ എടുത്ത് കൈ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ.